അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. സീറ്റിന്റെ ഒരു മഹാവിജയം യു ഡി എഫിന് സമ്മാനിച്ചു. എന്താണ് മഹാവിജയത്തിന്റെ ഗ്ലോറി, ആ ഗ്രേസ് പോലെ അവർക്ക് ഭരിക്കാൻ 5 വർഷം കഴിയുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. ബാക്കി പോയ കാര്യങ്ങളോ കഴിഞ്ഞ കാര്യം മനസ്സിലാക്കി തരാം. നമ്മളിപ്പോൾ കേരളത്തിലെ ഈ കഴിഞ്ഞ 10-75 വർഷത്തെ തെരഞ്ഞെടുപ്പുകളെ നമ്മളൊന്ന് വിലയിരുത്തി നോക്ക്. ഈ ഒരു 2 പ്രാവശ്യം മാത്രമേ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർക്ക് 5 വർഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ കഴിഞ്ഞ 70-ൽ പരം വർഷങ്ങളിൽ 82 മുതൽ 87 വരെ കെ കരുണാകരനും 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിക്കും. അല്ലാതെ ഒരൊറ്റ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പോലും 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്? അത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ 8-10 ദിവസങ്ങളിൽ കണ്ട ആ കോൺഗ്രസിൻ്റെ അകത്തെ അന്തഛിദ്രം, പടലപ്പിണക്കം, പാരവെപ്പ്, പാലം വലിക്കൽ, ഇതെല്ലാമാണ് സാക്ഷാൽ കെ കരുണാകരന് പോലും അതിന് കീഴടങ്ങേണ്ടി വന്നത്. ചരിത്രത്തിലെ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ വിജയമുണ്ടായത് 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിലാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 140-ൽ 120 സീറ്റാണെന്ന് യു ഡി എഫ് ജയിച്ചത്. ഏറ്റവും വലിയ വിജയം. അതിനെക്കാട്ട് വലിയൊരു വിജയം ഉണ്ടായിട്ടില്ല അതിന് മുൻപും അതിന് പിൻപും. പക്ഷേ കെ കരുണാകരൻ ഭരിച്ചത് 2 വർഷം. ഒരു 2 വർഷം ഭരിച്ചിട്ടില്ല, അത് ഒരു വർഷമാണ്. ആ 77 മുതൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന, ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായ ആ 77 മുതൽ 82 വരെ കേരളത്തിൽ 6 മുഖ്യമന്ത്രിമാരും ഉണ്ടായി. കരുണാകരൻ, എ കെ ആൻ്റണി, CH മുഹമ്മദ് കോയ, പിന്നെ EK നായനാർ, PK വാസുദേവൻ നായർ, 5 മുഖ്യമന്ത്രിമാർ. ഇതും നമ്മുടെ കൺമുമ്പിലുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ്സിനുള്ളിലെ ആ കടുത്ത വിഭാഗീയതയാണ്. VD സതീശനിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ മിസ്റ്റേക്കിന് വേണ്ടി കാത്തുകാത്തിരിക്കുന്നവർ കോൺഗ്രസ്സിനുള്ളിലും ഈ മന്ത്രിസഭയിലും ഉണ്ട്, പാർട്ടിക്കുള്ളിലുമുണ്ട്. കരുണാകരനെ പുറത്താക്കിയതുപോലെ ഒരു അന്നത്തെ ചാരക്കേസിൽ കരുണാകരനെ പാലം വലിച്ചു പുറത്താക്കിയതുപോലെ കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ VD സതീശൻ്റെ കാലുവാരാൻ, പാലം വലിക്കാൻ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് പാർട്ടിക്ക് ഈ മന്ത്രിസഭയ്ക്കുള്ളിൽ പോലും ഉണ്ട്. യാതൊരു സംശയമില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം അതാണ്. നമ്മുടെ മുമ്പിലുള്ള ഡേറ്റ അതാണ്. നമുക്ക് പാളിയത് ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യമുള്ള മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ ഷാഫിജാലും ലീഗിനെതിരെ കടുത്താക്രമണം തുടക്കമിടുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിലൂടെ. അത് BJPക്ക് വേണ്ടിയാണ് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? അടുത്ത 5 വർഷം സംഘ സ്ട്രാറ്റജി അതുതന്നെയാകും എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളായിരിക്കും ലക്ഷ്യം. ഷാഫിജാലിയ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, വേണ്ടോളം. ഞങ്ങൾ തോന്നിയ പോലെ ഊരി വെക്കും. അത് UDF-നകത്ത് ആലോചിക്കും. മനസ്സിലായോ? ഇവരൊരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടേ നിൽക്കട്ടെ. നമ്മുടെ വിദ്യാഭ്യാസമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. സഭയിൽ 3 അംഗങ്ങളുള്ള BJPയുടെ സ്ട്രാറ്റജി ലീഗ് ഓറിയന്റഡ് സ്ട്രാറ്റജി ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്. ഷാഫിജാലിയ അയാൾ പാരാ കേരളത്തിൽ. നിങ്ങൾ ഈ ക്യാമറയും വടിയും കുന്തൊക്കെ എടുത്തിട്ട് അയാളെ പേരേക്ക് പോകാൻ നിങ്ങൾക്ക് നാണല്ലേ? നേരത്തെ SNDPയുടെ സെക്രട്ടറിയാന്ന് കൂട്ടാ, കോടതി ഇടപെട്ട് അതും ഒഴിവാക്കി. പിന്നെ ഈ മനുഷ്യൻ്റെ അണ്ടിപ്പരിപ്പും ചായയും കുടിക്കാൻ എന്തിനാണ് പോകുന്നത്? അയാൾ ഛർദ്ദിക്കാൻ പോകുന്ന വിഷം നിങ്ങൾക്ക് നേരത്തെ അറിയല്ലോ. അറിഞ്ഞിട്ടും അത് നാട്ടുകാരെ കേൾപ്പിക്കാനുള്ള നിങ്ങളൊരു ത്വരണ്ടല്ലോ. കേരളത്തിലെ മാധ്യമ സമൂഹമൊക്കെ മാറിയാണ്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഉള്ള ആദ്യത്തെ ദിവസം BJP കേരളത്തിൻ്റെ ഹാൻഡിലിൽ വന്നത് 5, ഏറ്റവും കുറഞ്ഞത് 5-6 വിദ്വേഷ പോസ്റ്ററുകളാണ്. അത് വളരെ കൃത്യമായി ഞാൻ പറയുന്നത് ഈ കേരളത്തിൽ ഒരു സാമുദായിക സംഘടന ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉള്ള വിദ്വേഷ പോസ്റ്ററുകളാണ് BJP കേരളത്തിൻ്റെ ഹാൻഡിലിൽ ആദ്യമുണ്ടായത്. അത് വളരെ കൃത്യമായി കേരളം ഐഡൻറ്റിഫൈ ചെയ്തു. നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അത് വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. അത്തരം കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല. ഒരിക്കലും ഷൈജു ഇവിടെ പറഞ്ഞ 1-2 പരാമർശങ്ങളോടെ പറഞ്ഞോട്ടെ. എന്നെപ്പോലുള്ളവർ ഇവിടെ VD സതീശൻ്റെ ഒരു വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ രാഷ്ട്രീയ വീക്ഷണം നോക്കിക്കഴിഞ്ഞാലും ഇവിടെ രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഷൈജു. അതിൻ്റെ അകത്ത് നമ്മളിവിടെ വലിയ
ഈ എന്താണ് വലിയ വിശാല മനസ്കതയുടെ ആഡംബരമൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല. യാഥാർത്ഥ്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പം LDF മന്ത്രിസഭയായിരുന്നു വന്നിരുന്നതെങ്കിൽ UDF ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോഴും ഇപ്പോഴും നിങ്ങളെപ്പോലുള്ളവർ കാത്തിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ബാക്കിയുള്ളത് ക്രിയാത്മകമായ പ്രതികരണം, ക്രിയാത്മകമായ കാഴ്ചപ്പാട് ഒരു മണ്ണാങ്കട്ട ഇവിടെ ഇല്ല ഹാഷ്മി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇത് എന്തിനാരെ കാണിക്കാനാണ് നമ്മൾ ഈ വലിയ ഹിപ്പോക്രസിയൊക്കെ കാണിക്കുന്നത്? ഇപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണ്, കോൺഗ്രസ്സിലെ പടലപ്പിണക്കങ്ങളുടെ ചരിത്രവും കാര്യങ്ങളും പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്, ചരിത്രമാണ്. ഇക്കണ്ട കാലത്തിനിടയിൽ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും അല്ലാതെ വേറൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി 5 വർഷം തികച്ചിട്ടില്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കരുണാകരൻ മാരകമായ ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടിയവരാണ് UDF. പക്ഷെ കാലം മാറി പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നതും ഈ പറഞ്ഞ ഭരണ തുടർച്ച കേരളത്തിൽ പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതും ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള രാഷ്ട്രീയക്കാരല്ലേ. അവരങ്ങനെ അവരുടെ അസ്ഥിവാരം തോണ്ടുവോ? അതെ ഹാഷ്മി ഞാനിവിടെ പറഞ്ഞു, ഇതിപ്പം കാലം മാറി, യാഥാർത്ഥ്യങ്ങൾ മാറി, പലതും മാറി. പക്ഷേ ഒരു പാർട്ടിയുടെ DNA എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് മാറില്ല. അത് ഏത് കാലത്തും അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും. ശരി, അതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ VD സതീശന് കഴിയുന്നെങ്കിൽ അത് കഴിയട്ടെ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇവിടെ എല്ലാവരും പറഞ്ഞു, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ഇവിടെ പറഞ്ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് സുകുമാരൻ നായരെ പറയുന്നില്ല? സുകുമാരൻ നായരെ NSSന്റെ ആസ്ഥാനത്തിരുന്നുകൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞത് ഇതേ വർത്തമാനമല്ലേ? പിന്നല്ലേ മുസ്ലിം ലീഗിനെ പറ്റി പറഞ്ഞത്? ലീഗിനെ പറ്റിയും ലീഗിന് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ഹാഷ്മിയോടൊക്കെ മിണ്ടിയില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ വെള്ളാപ്പള്ളി പറയുമ്പോ അത് കടുത്ത വർഗീയവർത്തനമായി പോകുന്നു. അതുകൊണ്ടല്ലേ പ്രശ്നം. ഞാൻ ഈ സാമുദായിക സംഘടനകൾക്കെല്ലാം എതിരാണ്. ഞാൻ VD സതീശനെ എനിക്ക് എന്നും റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരൊറ്റ കാര്യമാണ്, ഈ NSSന്റെയും SNDPയുടെയും ഇവരുടെ പുറകെ പോയിട്ടില്ല എന്നുള്ളതൊരു ക്വാളിറ്റി ആയിട്ട് അന്നും ഇന്നും ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അതേ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ പോയിട്ടുണ്ട് എന്നതിൽ വിമർശനവുമുണ്ട്. ഇതേപോലെ ഒരേ ഭാഷയിൽ ഒരേ രീതിയിൽ 2 പേർ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സുകുമാരൻ നായരുടെ പേര് മിണ്ടാൻ ഇവർക്ക് നാവ് പൊങ്ങുന്നില്ല? അത് തന്നെയല്ലേ പറഞ്ഞത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഷാബു പ്രസാദ് എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞത്. ഈ ജാതികൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നത് വലിയ അപകടമുണ്ടാക്കും എന്ന രീതിയിലാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞത്. അത് നിസ്സാരമായിട്ടാണെന്നും ഞാനൊന്ന് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഞാൻ ഷാബു പറഞ്ഞത് അങ്ങനെ കൊടുക്കാം, പക്ഷെ പറഞ്ഞൂടാ എന്നാ പറഞ്ഞത്. ഷാബു പ്രസാദ് അങ്ങനെ കൊടുക്കണം, പക്ഷെ അത് പറഞ്ഞൂടാ അല്ലേ? സംസാരിച്ചപ്പോ നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതായത് ജാതികൾക്ക് പ്രാതിനിധ്യം കൊടുത്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് വലിയ നേട്ടമായിട്ടോ അതാണ് വലിയ സംഭവം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഈ മനുഷ്യൻ കള്ളമാണ് പറയുന്നത്, നുണയാണ് പറയുന്നത്. ഷാബു പ്രസാദ്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഷാബു പ്രസാദ്, ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കൊരു മുൻതൂക്കം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തന്നെ ചെയ്യണമെന്നേ. അത് പറഞ്ഞു ചെയ്താൽ എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ വിഷമം? അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയണത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇങ്ങനെ വിഷമിച്ചു. അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ച ആളാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞത് നിങ്ങൾ അത്തരം അവകാശവാദങ്ങൾ തരത്തിലും തഞ്ചത്തിലും ഉപയോഗിക്കുന്ന ആളാണ്. നിർത്തുന്നേ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞത് തരത്തിലും തഞ്ചത്തിലുമൊക്കെ ഇത്തരം അവകാശവാദങ്ങൾ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു കാര്യം ചെയ്തിട്ട് അത് കുട്ടിഘോഷിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന അതേ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഷാബു പ്രസാദ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയാം. BJP ഇങ്ങനെ പറഞ്ഞാലും SNDPയുടെ സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണെന്നേ.
ഇന്ന് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ എന്തുകൊണ്ട് സുകുമാരൻ നായരുടെ പേര് പറഞ്ഞില്ല? നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ വെള്ളാപ്പള്ളിക്കെതിരെ ഘോരഘോരം പറഞ്ഞു നിങ്ങളുടെ നാവിൽ എന്തുകൊണ്ട് സുകുമാരൻ നായരുടെ പേര് വന്നില്ല? നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? കേരളത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? 10 വർഷത്തിന് ശേഷം ഭരണം ലഭിച്ചിട്ട് മുഖ്യമന്ത്രി കസേരയ്ക്കായി 10 ദിവസം നീണ്ട നാണം കെട്ട ഗ്രൂപ്പ് പോലും. അതിനുശേഷം നിങ്ങൾ ഇപ്പൊ 10 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കിയതാണ്. 4 ദിവസം കയ്യിൽ നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ വെച്ച് വരും കാലത്തിനെ അടുത്ത വാരം ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളുടെ ഇടയിൽ ഷാബു നമ്മൾ രണ്ടുപേരും ചർച്ചയ്ക്കിരിക്കുന്നതാണ്. ഷാബു അസ്വസ്ഥനാകല്ലേ? ഞാൻ പറയട്ടെ ഷാബു, അസ്വസ്ഥനാകല്ലേ? അടുത്ത വാചകം വളരെ ശ്രദ്ധേയമാണ്. എന്താണെന്നറിയാമോ? ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും താളത്തിനൊത്തു. ഇത് നിങ്ങളുടെ പോസ്റ്റാണ് ഞാൻ വായിക്കുന്നതെന്ന്. ഞാൻ പുറത്തുനിന്നല്ല വായിക്കുന്നത്. നിങ്ങളുടെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും താളത്തിനൊത്തു തുള്ളുന്ന കോൺഗ്രസിന് ഒരു സമത്വ ഭരണം കേരളത്തിൽ കാഴ്ചവെക്കാനാവില്ല. എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ ഈ തുടക്കത്തിലെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്.